അങ്ങനെ നമ്മൾ കുറച്ച് കിളികളെയും കൂടെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിപ്പം കോക്ടെയിലിൻ്റെ ഒരു പീസ്, അതുപോലെ തന്നെ ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ ഒരു ഫീമെയിലും, പിന്നെ 2 ഫിഞ്ചസിനെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പെയറായിട്ടാണ്. ഇത് നിങ്ങൾക്കിപ്പോൾ കാണാം. 2 പേരെയും നമ്മൾ സാധാ കൂടിനകത്ത്, അത് നെറ്റ് നമ്മൾ മേളിൽ കൂടെ തന്നെ നമ്മൾ തന്നെ ചെയ്ത് ടൈ അടിച്ച് അതിനകത്ത് ഇട്ടേക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് കാണുന്ന കൂടാണ് നമ്മുടെ കോക്ടെയിലിനെ ഇടാനായിട്ട് എടുത്തിരിക്കുന്നത്. കോക്ടെയിൽ ഫീമെയിൽ കോക്ടെയിലാണ്. നമ്മൾ അതുപോലെ തന്നെ ഈ ഫിഞ്ചസിന് ഒരു മുട്ടയിടാനായിട്ടുള്ളൊരു ചെറിയൊരു സംവിധാനം കൂടെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്കത് ഇതിനകത്ത് വെക്കാനായിട്ട് പാടായതുകൊണ്ടാണ് ഇതുങ്ങളെ കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മളതങ്ങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ അതിനകത്ത് ചെറിയ ചകിരിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം മുട്ടയിടുന്ന ടൈം ആകുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ ബാക്കി വീഡിയോസ് കാണിക്കുന്നതാണ്. അങ്ങനെ കോക്ടെയിലിനെയും പതുക്കെ നമ്മൾ അതിനെ കൊണ്ടുവന്ന ചെറിയ പെട്ടിക്കകത്തുനിന്ന് അതിൻ്റെ കൂട്ടിലേക്ക് മാറ്റാനായിട്ടുള്ള ശ്രമത്തിലാണ്. നമ്മളതിനെ പതുക്കെ കയ്യിലെടുത്ത് കൂട്ടിലേക്ക് മാറ്റുകയാണ്. ഇച്ചിരി പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളായിട്ട് പതുക്കെയാണെങ്കിൽ കൂളായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ആഫ്രിക്കൻ ലവ് ബേർഡിനെ വേറെ കൊണ്ടുവന്ന കാര്യം പറഞ്ഞിരുന്നു. അതിനെയും നമ്മൾ ഈ ചെറിയ പച്ചക്കൂട്ടിലേക്കാണ് മാറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ശകലം നേരം കഴിഞ്ഞിട്ട് നമ്മൾ മീട്ടുവിൻ്റെ കൂട്ടം, മീട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, നമ്മുടെ പഴയ ആഫ്രിക്കൻ ലവ് ബേർഡാണ്. അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ ഇതിനെ മാറ്റും. അപ്പം അത് മീട്ടു വേറെ കിളികളുടെ കൂട്ടിലൊന്നും കിടക്കാത്ത കാരണം ഇതിനെ കടിക്കുകയോ കൊത്തുകയോ എല്ലാം ചെയ്യുമോ എന്ന് നമ്മൾ നോക്കിയിട്ട് ഇടുന്നുള്ളൂ. അപ്പം അതിനായിട്ട് നമ്മൾ ഈ ചെറിയ പച്ചക്കൂട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിനെ നമ്മൾ മീട്ടുവിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ട് ഇതുമായിട്ട് ഇണങ്ങിയിട്ട് നമ്മൾ പതുക്കെ നെറ്റീൻ്റെ കൂട്ടത്തിലേക്ക് ഇതിനെ മാറ്റുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ